പ്ലസ് ടു റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. ഓൾറെഡി ACCA പ്ലാൻ ചെയ്ത് നിൽക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ACCA പറയുന്ന ക്രൈറ്റീരിയ ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല, എനിക്കിനി ACCA ചെയ്യാൻ പറ്റില്ലേന്ന്. എന്താണ് ACCA പറയുന്ന ക്രൈറ്റീരിയ? പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അക്കൗണ്ട്സ്, മാത്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകളിൽ അഗ്രഗേറ്റ് 65% മാർക്കും ബാക്കിയുള്ള സബ്ജക്റ്റിൽ 50% മാർക്കുമാണ് ACCA പറയുന്ന ക്രൈറ്റീരിയ. ഇനി ഈ ക്രൈറ്റീരിയ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ACCA ചെയ്യാൻ പറ്റില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് FIA റൂട്ടിലൂടെ ACCA ചെയ്യാം. എന്താണ് FIA റൂട്ട്? ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി റൂട്ടിനെയാണ് നമ്മൾ FIA റൂട്ട് എന്ന് പറയുന്നത്. ഈ റൂട്ടിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ACCA ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനൊരു ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട്. ACCയുടെ ഫസ്റ്റ് 3 പേപ്പേഴ്സ് F1, F2, F3 പേപ്പേഴ്സ് എഴുതിയതിന് ശേഷമാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ACCA എന്നുള്ളൊരു ഡ്രീം നിങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് FIA റൂട്ടിലൂടെ നമുക്ക് ACCA കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ബയോളജി സയൻസ് ആണ്, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്, എനിക്ക് ACCA ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും FIA റൂട്ടിലൂടെ ACCA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റുഡൻസിന്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്കൊരു 70% മാർക്കുള്ളൂ പ്ലസ് ടുവിൽ, ഞാൻ ACCA ചെയ്താൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ടഫ് ആവുമോ, അങ്ങനെ കുറേ ഡൗട്ട് ഉണ്ട് സ്റ്റുഡൻസിന്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ACCA എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ആ കോഴ്സിനുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ 100% എഫേർട്ടും നിങ്ങൾ ഇടുന്ന ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ACCA ചെയ്യാൻ പറ്റും. ഡെയിലി ഒരു 3 hours നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ, അതിന് നിങ്ങളുടെ എല്ലാ എഫേർട്ടും നിങ്ങൾ ഇടാൻ തയ്യാറാണോ, നിങ്ങൾക്ക് ACCA കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 3 monthലാണ് എക്സാംസ് വരുന്നത്. ആ 3 month നിങ്ങൾ ഒരൊറ്റ പേപ്പർ ഫോക്കസ് ചെയ്താൽ മതി. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ACCA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ACCAയിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻസ്. അതായത് നിങ്ങൾ പ്ലസ് ടു വരെ റിട്ടൺ എക്സാംസ് പ്രാക്ടീസ് ചെയ്ത് വന്നവരാണ്. പെട്ടെന്നൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിലോട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. ഈഗിൾസിൽ നമ്മൾ 3 mock എക്സാംസ് കമ്പൽസറി ആയി നടത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങളെ മെയിൻ എക്സാമിലോട്ട് വിടുന്നത്. അതായത് നിങ്ങൾക്ക് ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്.